കാസർഗോഡ് കമ്മാടം മഖാം ഉറൂസ് തുടങ്ങണമെങ്കിൽ നെരോത്ത് പെരട്ടൂർ കുലോം ക്ഷേത്ര സ്ഥാനികർ വന്ന് മഖാമിന്റെ വാതിൽ തുറന്നു നൽകണം. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന അനുഷ്ഠാന ചടങ്ങ് ഇത്തവണയും മുടക്കമില്ലാതെ നടന്നു. കമ്മാടം ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള മഖാമിൽ എത്തിയിരിക്കുന്നത് നെരോത്ത് പെരട്ടൂർ കുലോം ക്ഷേത്ര സ്ഥാനികർ. ഉറൂസിനായി മഖാമിന്റെ വാതിൽ തുറന്നു നൽകാനാണ് വരവ്. ഭക്തിപൂർവ്വം വാതിൽ തുറന്നു നൽകി ദക്ഷിണ വെച്ചു. പഴക്കുലയും പൊരിയും മഖാം ഭാരവാഹികളുടെ സമ്മാനം. വിശ്വാസത്തിന് കളങ്കമേൽക്കാതെ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ചടങ്ങ്. ഉറൂസിന്റെ ആദ്യത്തെ ദിവസം അവര് വന്ന് ഇത് തുറന്നിട്ടാണ് ആ ചടങ്ങ് ആരംഭിക്കുന്നത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ഈ പള്ളി തുടങ്ങിയ കാലം തൊട്ടിട്ട് ഉള്ളതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതുമാണ്. അതുമാത്രമല്ല, ഞങ്ങളും നെരോത്ത് ക്ഷേത്രവുമായി വളരെ നല്ല മൈത്രി ബന്ധവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതാണ്. നെരോത്ത് എന്ത് പരിപാടികളുണ്ടെങ്കിലും ഞങ്ങൾ കമ്മാടം ഔദ്യോഗികമായിട്ട് തന്നെ ഞങ്ങളെ വിളിക്കുകയും പോവുകയും ഞങ്ങൾ അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. മഖാമിലെ മറ്റൊരു ഭാഗത്തെത്തി ക്ഷേത്രസ്ഥാനികർ വിളക്ക് കത്തിക്കുന്നതും ചടങ്ങ്. ഭഗവതി ഇവിടെ വരുന്ന കാലത്ത് ആ കൂട്ടത്തിൽ തന്നെ ചേക്കന്മാർ അതിഞ്ഞാൽ നിന്ന് ചേക്കന്മാരും കൂടെ കൂട്ടത്തിൽ വന്നു എന്ന് പറയുന്നു. ഇവിടെ അതിന് സ്ഥാനം നമ്മൾ കൊടുത്തു. നിത്യ ആരാധന, ബാങ്ക് വിളിയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടി നമ്മൾ കമ്മാടത്ത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നെരോത്തെ ദേവസ്വ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കമ്മാടത്ത്. ഇവർക്ക് ഈ ചേക്കന്മാർക്ക് അവിടെ സ്ഥാനം കൊടുത്ത് അവിടെ ഇതാക്കി. ഉറൂസിന് നാള് കുറിക്കാൻ പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ പൂരനാളിൽ ക്ഷേത്രത്തിലെത്താറുമുണ്ട്. തിരുവായുധക്കാരൻ ഉറഞ്ഞുതുള്ളി പള്ളിയിലെ ബാങ്ക് വിളിയും വെളിച്ചവും നിന്നുപോകാതെ സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പള്ളിയിലേക്ക് പൂവൻ കോഴിയും കാണിക്കപ്പണവും നൽകുന്നതാണ് അന്നത്തെ ചടങ്ങ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. കേരളത്തിന് സാമൂഹ്യ അന്തരീക്ഷത്തിൽ അങ്ങേയറ്റം കുളിർമ തോന്നുന്ന ഒരു റിപ്പോർട്ടാണിത്. പണ്ടൊക്കെ ഇത് വാർത്തയല്ലായിരുന്നു, ഇപ്പോൾ ഇതെല്ലാം വാർത്തയാകുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്.